നടൻ മോഹൻലാലിനെ കുറിച്ചുള്ള രസകരമായൊരു ഓർമ്മ പങ്കുവയ്ക്കുകയാണ് സംവിധായകൻ സത്യൻ അന്തിക്കാട്. മോഹൻലാലിനെ നായകനാക്കി ഒരുക്കിയ ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടെയുണ്ടായ അനുഭവമാണ് സംവിധായകൻ സത്യൻ അന്തിക്കാട് പങ്കുവെക്കുന്നത്. ശ്രീനിവാസനും ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു. ചിത്രീകരണത്തിനിടെ ശ്രീനിവാസൻ വീഴാൻ പോയതിനെ കുറിച്ചാണ് സത്യൻ അന്തിക്കാട് സംസാരിക്കുന്നത്. മലയാളികൾ ഏറെ ആസ്വദിച്ച ഇന്നും ചിരിപ്പിക്കുന്ന സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ചിത്രത്തിന്റെ ചിത്രീകരണ വേളയിൽ വെച്ചുണ്ടായ സംഭവങ്ങളുടെ ഓർമ്മകളാണ് സത്യൻ അന്തിക്കാട് പങ്കുവെക്കുന്നത്. ശ്രീനിവാസൻ വാടക വീട് ഒഴിപ്പിക്കുവാൻ ചെല്ലുമ്പോൾ ഗോപാലകൃഷ്ണ പണിക്കർ എന്ന ലാലിന്റെ കഥാപാത്രം ശ്രീനിവാസനെ ജീപ്പിൽ കൊണ്ടുവരുന്ന ഒരു സീനുണ്ട്. ജീപ്പ് വന്ന് നിന്ന് ജീപ്പിൽ നിന്നും ഇൻസ്പെക്ടർ രാജേന്ദ്രൻ ചാടിയിറങ്ങുമ്പോൾ ഷൂ തെന്നിയിട്ട് വീഴാൻ പോകുന്നുണ്ട് ശ്രീനിവാസൻ. ഞാൻ ഷോട്ട് കട്ട് ചെയ്തില്ല, അതുപോലെ തന്നെ അഭിനയിപ്പിച്ചു എന്നാണ് സത്യൻ അന്തിക്കാട് പറയുന്നത്. മോഹൻലാലും അതിന്റെ ഒപ്പം അഭിനയിച്ചു എന്നും സത്യൻ അന്തിക്കാട് പറയുകയാണ്. ഇന്നത്തെ പോലെ അന്ന് മോണിറ്റർ ഒന്നും ഇല്ലാതിരുന്ന കാലമായിരുന്നല്ലോ. അതിനാൽ തന്നെ രണ്ടാമത് ആ ഒരു രംഗം കാണുവാൻ സാധിക്കില്ല. ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അത് കാണുന്നത്. നമ്മുടെ കണ്ണിന്റെ ജഡ്ജ്മെന്റ് ആണ്. ഷൂട്ടിന്റെ സമയത്ത് ആ വീഴ്ച കണ്ട് എല്ലാവരും ചിരിച്ചു. മോഹൻലാലും ചിരിച്ചിരുന്നുവെന്നും സത്യൻ അന്തിക്കാട് പറയുന്നുണ്ട്. തുടർന്ന് ആ രംഗം ഒന്നുകൂടി എടുക്കാമെന്ന് ക്യാമറാമാൻ അടക്കം പറഞ്ഞുവെന്നും, എന്നാൽ ചിരിച്ചോ എന്ന് താൻ മോഹൻലാലിനോട് ചോദിച്ചപ്പോൾ മോഹൻലാൽ നൽകിയ മറുപടി വേറൊന്നായിരുന്നുവെന്നാണ് സത്യൻ അന്തിക്കാട് പറയുന്നത്. ഞാൻ ലാലിനോട് ചോദിച്ചു, ലാൽ ചിരിച്ചോ? മോഹൻലാൽ പറഞ്ഞു, ഞാൻ ചിരിച്ചു. പക്ഷേ സത്യേട്ടൻ നോക്കിക്കോ, ആ ചിരി ക്യാമറയിൽ കാണില്ല. കാരണം ഞാൻ കുടയും ബാഗും വെച്ച് ആ ചിരി മറച്ചു. മോഹൻലാൽ ചിരിക്കുന്നത് ഞാൻ കണ്ടതാണ്. പക്ഷേ ഇപ്പോഴും ആ ഷോട്ട് നോക്കിയാൽ മോഹൻലാലിന്റെ ചിരി കാണാൻ കഴിയില്ല. വീട് ഒഴിയാൻ പറ എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അന്നേരം. അതിനിടയിൽ ലാൽ ചിരിക്കുന്നുണ്ട്. അത് പക്ഷേ നമ്മൾ കാണുന്നില്ല എന്നും സത്യൻ അന്തിക്കാട് പറയുകയാണ്. ഇതിനെയാണ് മനസാന്നിധ്യം എന്ന് പറയുന്നത്. പലപ്പോഴും ഇതൊക്കെ ദൈവാനുഗ്രഹം എന്നാണ് ഞാൻ പറയുന്നത്. ലാൽ അറിയാതെയാണ് ലാൽ നന്നായി അഭിനയിച്ചു പോകുന്നതാണെന്നും സത്യൻ അന്തിക്കാട് പറയുന്നുണ്ട്. അഭിനയിക്കുവാൻ മോഹൻലാൽ വലിയ മുന്നൊരുക്കങ്ങളൊന്നും നടത്തുന്നത് താൻ കണ്ടിട്ടില്ല എന്നും സത്യൻ അന്തിക്കാട് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതുവരെ നമ്മളോട് തമാശ പറഞ്ഞ് ചിരിച്ച് സംസാരിച്ചു നിൽക്കുന്ന ആൾ ടേക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ മറ്റൊരാളായി മാറുകയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം തന്നെ മലയാള സിനിമയിലെ ഹിറ്റ് കോംബോയാണ് മോഹൻലാലും സത്യൻ അന്തിക്കാടും. ഇരുവരും ഒരുമിച്ചപ്പോഴെല്ലാം തന്നെ ലഭിച്ചിട്ടുള്ളത് എന്നെന്നും ഓർത്തിരിക്കുന്ന സിനിമകളുമാണ്. ചിരിക്കുവാനും കരയിപ്പിക്കുവാനും ആ കോംബോയ്ക്ക് സാധിച്ചിട്ടുമുണ്ട്. ഇവർക്കൊപ്പം ശ്രീനിവാസൻ കൂടി എത്തുമ്പോൾ അത് കൂടുതൽ മനോഹരമായി മാറുകയാണ് ചെയ്യുന്നത്. അതിന് ഉദാഹരണം പറയാൻ ഒത്തിരി സിനിമകളുണ്ട്. TP ബാലഗോപാലൻ MA എന്ന ചിത്രത്തിലൂടെ 1986 ഒന്നിച്ച ഈ കോംബോ പിന്നീട് നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നിച്ചു. സന്മനസ്സുള്ളവർക്ക് സമാധാനം, നാടോടിക്കാറ്റ്, ഗാന്ധിനഗർ, സെക്കൻഡ് സ്ട്രീറ്റ്, പട്ടണപ്രവേശം, അങ്ങനെ നീളുന്നു ഈ മൂവർ സംഘത്തിന്റെ ഹിറ്റ് സിനിമകൾ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.